ഹലോ, ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 5ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ ബേബിയുടെ അനക്കമൊക്കെ നോക്കി, അതെല്ലാം നോർമലായിരുന്നു. പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തതിൽ അതും നോർമലായിരുന്നു. ദെൻ ഇന്ന് ഷുഗറിന്റെ പ്രശ്നങ്ങളും കാര്യമില്ലാത്തതുകൊണ്ട് ഷുഗർ ടെസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. പിന്നെ ഇന്നും രാവിലെ ബേബിയുടെ മൂവ്മെന്റും പിന്നെ പെയിനൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോയിരുന്നു. ഇന്നലെ റൊട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്തു, എല്ലാത്തിലും നോർമലാണ്. അപ്പോൾ ബേബിയുടെ ഹെഡ് ഡൗൺ ആയതുകൊണ്ട്, ഹെഡ് ഡൗൺ പൊസിഷൻ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു 36th അല്ലെങ്കിൽ 35th വീക്കിലൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ തൈസ്, നമ്മുടെ തുടയുടെ ഇടുക്ക് ഭാഗങ്ങൾ, അവിടെയൊക്കെ നമുക്ക് നല്ല പ്രഷർ, ചിലപ്പോൾ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി നല്ല പ്രഷർ ഫീൽ ചെയ്യാം. ഒരുപാട് ഓവറായിട്ട് നമ്മളായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കുക. യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, മോഷൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഒരുപാട് പ്രഷർ നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക. അത് നമുക്ക് ശരീരത്തിന് ഓവർ സ്ട്രെയിൻ കൊടുക്കും. പിന്നെ അത് ഹെൽത്തിയും അല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടയിടുക്കിനാണെങ്കിലും ശരി, മുട്ടിനാണെങ്കിലും ഒക്കെ ശരി, വെയിറ്റ് സ്വാഭാവികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സെർവിക്സ് ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോൺസിന് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ എനിക്ക് UTI വന്നപ്പോ, ഇപ്പൊ ഈ ഒരു ടൈമിൽ, അതായത് ഈ ഒരു 9th month ആവുന്ന ഈ ഒരു ടൈമില് UTI വന്നപ്പോഴത്തേക്ക് എനിക്ക് പനി വന്നു. അപ്പൊ UTI ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല അന്ന്. അപ്പൊ പനി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നിയത് എന്തുകൊണ്ട് വന്ന പനിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ UTIയുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഹോർമോൺ ചേഞ്ചസ് വേറൊരു റീസൺ ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് UTI ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഇന്നലെ കൾച്ചറിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൾച്ചറിന്റെ റിപ്പോർട്ടില് നെഗറ്റീവാണ്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് UTI വരുമ്പോഴും പനി വരാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇപ്പോ ഹോർമോൺ ചേഞ്ചസ് ഒരുപാട് നടക്കുന്ന സമയമാണ്. സോ നമുക്ക് സ്വാഭാവികമായിട്ടും പനി വരും. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിന് വേരിയേഷൻസ് ഉണ്ടാകും. അപ്പം അതും പനി വരാനായിട്ട് ഒരു കാരണമാണ്. പിന്നെ മാക്സിമം ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, 4 ബോട്ടിലൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു 8-10 ഗ്ലാസ് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് മസ്റ്റ് ആയിട്ട് എന്തായാലും നമ്മൾ കുടിക്കുക. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് തരുന്ന മെഡിസിൻസ്. അപ്പൊ ഈ സമയത്തുള്ള മെഡിസിൻസ് നമ്മളെല്ലാം മസ്റ്റായിട്ട് മുടങ്ങാതെ നമ്മൾ കഴിക്കുക. പിന്നെ ഈ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അയ്യോ, ആ വേദന എന്താണ്, ഇവിടെ വേദന എടുക്കുന്ന എന്താണ്, ഇവിടെ നമുക്ക് പെയിൻ എടുക്കുന്ന എന്താണ്, അവിടെ എന്താണ്, ഇവിടെ എന്താണ്, സ്വാഭാവികമായിട്ട് നമുക്ക് സംശയങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ സംശയങ്ങൾ വരുമ്പോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതെനിക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്റെ അടുത്ത് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ആണ്, എന്റെ പേഴ്സണൽ അഡ്വൈസ് ആണ് ഞാൻ തരുന്നത്. അപ്പോൾ റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഓവറായിട്ട് നമുക്ക് മസിലിന് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അതിൻ്റെതായ ടാബ്ലറ്റ് നമുക്ക് തരും. അതല്ല, നമുക്കിപ്പോ നൈറ്റ് ഒരുപാട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഓവർ ഹെഡ് ഏക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് ക്ഷീണമുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് റൊട്ടീൻ ചെക്കപ്പിൽ പറയാൻ പറ്റും. അതല്ല, നമുക്കിപ്പം ഭയങ്കരമായിട്ട് ഇപ്പൊ ഇന്ന ഭാഗത്ത് തന്നെ ഒരു സ്പെസിഫൈഡ് ഭാഗത്ത് നമുക്ക് ഭയങ്കര പ്രഷർ, പെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒത്തിരി നേരം അത് കണ്ടിന്യൂസ് ആയിട്ട് ആ പെയിൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വച്ചുകൊണ്ടിരിക്കരുത്. അന്നേരം ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി ഓക്കെ അതാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. കണ്ട് എന്താണ് പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ഇന്ന ഇതായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് ഇതിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് അത് നമ്മൾ വിശ്വസിക്കരുത്. അപ്പൊ ഡോക്ടറിനെ കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന, അയ്യോ ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കി ഇതാണെന്ന് കരുതിയല്ലോ. സോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് റൊട്ടീൻ ചെക്കപ്പിൽ പറയുക. പിന്നെ അതുപോലെ എന്തെങ്കിലും അൾട്രാ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഏത് സമയത്താണെങ്കിലും വന്ന് ഡോക്ടറിനെ കാണുക. കാര്യം ഈ ടൈമില് നമ്മുടെ ബുദ്ധിമുട്ടുകള് ഉള്ളിലുള്ള കുഞ്ഞിനെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഉള്ളിലുള്ള കുഞ്ഞിനെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ സമയത്ത് നല്ല രീതിക്ക് കെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. സോ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്.
മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി നമുക്ക് കിട്ടും. സോ ഈ ടൈമിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റ് ആവുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെന്റലി പ്രശ്നം ആയിക്കോട്ടെ, അത് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുക. അതല്ല ഫിസിക്കൽ ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് പറയുക. ഈ സമയം നമ്മൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുക. വൈറ്റമിൻസ്, ടാബ്ലറ്റ്സ് എല്ലാം കഴിക്കുക. പിന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഈ സമയത്ത് ഒരുപാട് എക്സസൈസുകൾ അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങനെ ഓരോ എക്സസൈസുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് 35 വീക്കില് ചെയ്യാനുള്ള എക്സസൈസ്, 36 വീക്കിൽ ചെയ്യാനുള്ള എക്സസൈസ്, ബിഫോർ ഡെലിവറിക്ക് ചെയ്യാനുള്ള എക്സസൈസ്, അല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്ഷൻസ് വരാൻ ചെയ്യേണ്ട എക്സസൈസ്, കോൺട്രാക്ഷൻസ് വരാൻ കഴിയേണ്ട ഫുഡ്, അല്ലെങ്കിൽ സെർവിക്സ് ഓപ്പൺ ആവാൻ ചെയ്യേണ്ട എക്സസൈസ്. അപ്പൊ അങ്ങനെയുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് നിൽക്കാതെ നമ്മുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുക, ഡോക്ടർ എനിക്ക് എക്സസൈസ് ചെയ്യാമോ, അഥവാ ചെയ്യാമെന്ന് പറയുവാണെങ്കിൽ എന്ത് തരത്തിലുള്ള എക്സസൈസ് ആണ് എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കുക. ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഇന്ന എക്സസൈസ് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കരുത്. അത് പിന്നെ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ റീസൺ ആവും. കാര്യം ഇപ്പൊ നമ്മുടെ പ്ലാസന്റ പൊസിഷൻ മേ ബി കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ കാരണം അതിന്റെയൊക്കെ പൊസിഷൻ മാറിപ്പോയി നിൽക്കാം. എടുക്കും ഡോക്ടർ വന്നിട്ട് പോയി, അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇന്ന് തന്നെ ഇനിയിപ്പോ വീട്ടിൽ പോകാനായിട്ട് പറ്റും. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചെന്നിട്ട് ഞാൻ പാട്ടുകളൊക്കെ ഇടും. എല്ലാരും പാട്ടൊക്കെ കാണണം, ഷെയർ ചെയ്യണം, കേൾക്കണം. പിന്നെ ഇനിയിപ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് വരാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുവരെയുള്ള റൊട്ടീൻ ചെക്കപ്പിലാണെങ്കിലും ശരി, എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ്. സോ ഇനിയിപ്പോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വരണം. 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് 37 വീക്സ് ആവുകയാണ്. അപ്പൊ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലേബറിന് പറ്റുന്ന ടൈമാണ്. 37 വീക്സിന് മുന്നാണെന്നുണ്ടെങ്കിൽ പ്രീ ടേം ലേബർ, 37 കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിലുള്ള ഒരു ലേബർ ആയിരിക്കും. സോ എന്റെ ഒരു അഭിപ്രായത്തില് 37 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡെലിവറി ഒക്കെയാണ് ഏറ്റവും കൂടുതലും ഹെൽത്തി ആയിട്ടുള്ളത്. കാര്യം ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും നമുക്ക് 37 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് 9 മന്ത് ഒക്കെ ആവുന്ന ആ ഒരു ടൈമില് നമുക്ക് കുഞ്ഞിന് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് NIC കെട്ടേണ്ട ആവശ്യം വരില്ല, ബ്രീത്തിങ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഒരു അമ്മയുടെ ഗർഭപാത്രത്തെ കുഞ്ഞ് എത്ര നാള് കിടക്കുന്നുവോ അത് അത്രയും ഹെൽത്തി ആയിരിക്കും. പിന്നെ ഒരു 37, 38, 39 ഈ ഒരു വീക്കിലൊക്കെ നമുക്ക് ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഹെൽത്തി ആയിരിക്കും. അപ്പൊ എന്റെ ഡെലിവറി ആ ഒരു ടൈമിൽ, കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാരും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. പിന്നെ ഇതുവരെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം UT വന്നതുപോലെ എനിക്ക് ഇടയ്ക്ക് പെയിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ലേബർ റൂമിലൊക്കെ കൊണ്ടുപോയി എനിക്ക് PV ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ PVയുടെ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എനിക്ക് PV ചെയ്തപ്പോ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു, വളരെ ചെറുതായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു, ഒരുപാട് പെയിൻ ഒന്നുമില്ല. പിന്നെ നമുക്കറിയാലോ ഇതെല്ലാം നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ PV ചെയ്തതില് ഹെഡ് താഴെ ഇറങ്ങിയിട്ടുണ്ട്, ഇടുപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവർക്ക് മനസ്സിലായി. പിന്നെ സർവിക്സ് ഇത്ര സെന്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊന്നും നമ്മളത് പറയത്തില്ല. പിന്നെ ഇതുവരെയും എല്ലാം ഓക്കെയാണ്. അപ്പൊ PV ചെയ്യുമ്പോഴത്തേക്ക് പൊതുവിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. PV എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് PV ചെയ്യാൻ വയ്യ, PV ചെയ്യുമ്പോഴേ ഒരു പേടിയായിരിക്കും. അപ്പൊ ആ ഒരു പേടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. PV നമുക്ക് സേഫ് ആണ്. PV ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പെയിൻ ഉണ്ടാവും, ചെറിയ പെയിൻ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ്. സോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ നെക്സ്റ്റ് കാര്യം, ഇനി 37 വീക്സിലാണ് വരാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടൈമിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം എന്തെങ്കിലും ലേബർ പെയിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലേബർ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അപ്പൊ എന്നെ അഡ്മിറ്റ് ആക്കും. അത് മാഡം പറഞ്ഞിരുന്നു. പിന്നെ ആ സമയത്ത്
ഇനി അഡ്മിറ്റ് ആകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം മുകളിലുള്ള ആളുടെ കയ്യിലാണ്. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ ഇനിയിപ്പോ ഡെലിവറിയുടേതായിരിക്കും ചേട്ടാ. ചാൻസ് ഉണ്ട്, മേ ബി, അറിയത്തില്ല. പിന്നെ എന്തായാലും ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പാട്ടുകൾ ഇടണം. ഞാൻ ഇവിടെ തന്നെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പാട്ടുകളൊക്കെ പാടുമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് പാട്ടുകൾ പാടും. എന്റെ ഫൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരടുത്ത് ചോദിക്കാൻ വേണ്ടി, ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരും. സോ നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇവിടെ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരത്തില്ല. പിന്നെ ഞാൻ ഇവിടെ എനിക്ക് ഇങ്ങനെ ഞാൻ അഡ്മിറ്റ് ആയ ടൈമില് ഇന്നത്തെ ദിവസം മാത്രം എനിക്ക് കുറച്ച് നേരം എനിക്ക് ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അതായത് ചേട്ടൻ വർക്കിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോ ചേട്ടൻ വർക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 hours ഞാൻ ഇവിടെ ഇരുന്നല്ലേ ചേട്ടാ. അപ്പൊ ആ ഒരു ടൈമിലെല്ലാം എനിക്ക് ഒരിക്കലും ഒറ്റപ്പെടുന്നുള്ള ഒരു ചിന്ത വന്നില്ല. കാരണം ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും വന്ന് അവര് വന്നപ്പോഴത്തേക്ക് പാട്ടുകാരിയാണല്ലേ, അങ്ങനെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. സോ നമുക്കൊരു ഫിസിക്കലി ആവട്ടെ മെന്റലി ആവട്ടെ നമുക്കൊരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം അത്രയ്ക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൂടി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ജേർണി കംപ്ലീറ്റ്ലി നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, എല്ലാ ഗർഭിണികളുടെയും ലേബർ സിംറ്റംസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഹോർമോൺ ചേഞ്ചസിന്റെ സിംറ്റംസ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ബോഡി, ദെയർ ഹെൽത്ത് കണ്ടീഷൻ. എല്ലാം ഓരോ സ്ത്രീകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്കുണ്ടാകുന്ന ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കില്ല വേറൊരു ഗർഭിണിക്ക് ഉണ്ടാവുന്നത്. ചിലർക്ക് നല്ല ഹെഡേക്ക് ഉണ്ടാവാം, ചിലർക്ക് നല്ല വോമിറ്റിംഗ് ഉണ്ടാവാം, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളായിരിക്കും ഓരോരുത്തർ അനുഭവിക്കുക. അപ്പോ ഇന്ന ആളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഇന്ന ആളുടെ ഹെൽത്ത് ഫീച്ചേഴ്സ്, ഹെൽത്ത് കണ്ടീഷൻ അല്ലല്ലോ എനിക്ക്, മേ ബി അവർക്ക് വേറെ ഹെൽത്ത് കണ്ടീഷൻ. സോ പരസ്പരം കമ്പയർ ചെയ്യാതിരിക്കുക. പൊതുവില് ആൾക്കാർ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് പറയുന്ന ഒരിക്കലും ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ആ കുട്ടിക്ക് ഇത്ര മാസത്തിൽ ഇങ്ങനെ ഉണ്ടായി, എനിക്കത് വന്നില്ലല്ലോ, എനിക്കിങ്ങനെ ഉണ്ടായി, ആ കുട്ടിക്ക് അങ്ങനെ വന്നില്ലല്ലോ. സോ എല്ലാവരുടെയും ഹെൽത്ത് കണ്ടീഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമുക്ക് വയറിന്റെ സൈസ്. അയ്യോ എനിക്ക് ചെറിയ വയറാണല്ലോ, ചിലർക്ക് ഭയങ്കര വലിയ വയറായിരിക്കും. അപ്പോൾ ചിലരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങള്, ചിലര് ഒരുപാട് 2 പേർക്കുള്ള ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയത്തില്ല. അപ്പൊ ഈ 2 പേർക്കുള്ള ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞൊരിക്കലും നമ്മൾ കഴിക്കുന്ന ഫുഡ് വയറില് ചോറ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫുഡ് വരുമ്പോഴത്തേക്ക് ഒന്ന് പാത്രം വെച്ച് പിടിച്ച് ഇലയിട്ടൊന്നും കഴിക്കാനായിട്ടിരിക്കത്തില്ല. അവർക്ക് അതിനുള്ള ഓരോരോ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, അവർക്ക് വളരാനുള്ള പ്രോട്ടീൻ റിച്ച് സാധനങ്ങൾ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആണ് വേണ്ടത്. അതായത് ഞാൻ വെജിറ്റേറിയൻ ആണ്. സോ പനീർ കഴിക്കാം, പിന്നെ കാൽസ്യം കിട്ടുന്ന കടല കഴിക്കാം, പിന്നെ പയർ കഴിക്കാം. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഉണ്ട്. പിന്നെ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട കഴിക്കാം. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ, ഡെലിവറി അടുക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ക്രേവിങ്സ് ഈ സമയത്ത് വളരെ കുറവാണ്. ക്രേവിങ്സ് ആയിട്ടൊന്നും ഇല്ല. കാര്യം ഇനിയിപ്പോ ഒരു ഡെലിവറി അല്ലെങ്കിൽ ലേബർ എടുക്കുന്നതിന്റെ ആ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഡൈജഷന് തന്നെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. സോ ക്രേവിങ്സ് ഒന്നും അധികമില്ല, ക്രേവിങ്സേ ഇല്ല. സോ ഈ സമയത്ത് ഹെൽത്തി ആയിട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് സ്പൈസി ഫുഡുകൾ കഴിക്കാൻ നോക്കരുത്. പിന്നെ ഇപ്പോൾ ചിക്കൻ കഴിക്കുന്നവരാണ്, നോൺ വെജ് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഫുഡിൽ ഒരു ഡയറ്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് ആദ്യം നോക്കിയ സമയത്തൊന്നും ഷുഗർ ഇല്ലായിരുന്നു. യൂട്യൂബിന്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഷുഗറും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ അധികം ഇല്ലായിരുന്നു. പിന്നീട് വളരെ റീസെന്റ് ആയിട്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കേണ്ടി വന്നു. കാരണം ഞാൻ എൻ്റെ ഡയറ്റ്
വലിയ കൺട്രോളായിട്ട് ഞാൻ കൊണ്ടുപോയില്ല, പക്ഷെ ഇപ്പൊ ഞാൻ കൺട്രോളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഒരു 8 നേരമായിട്ട് ഫുഡ് വളരെ കുറച്ചായിട്ട് ലിമിറ്റഡ് ഫുഡ് കഴിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന ഫുഡിനുള്ള ഈ പറഞ്ഞ കുഞ്ഞിന് കിട്ടേണ്ട സാധനങ്ങൾ മാത്രമേ അത് വലിച്ചെടുക്കത്തുള്ളൂ. പിന്നെ എക്സ്ട്രാ നമ്മൾ കഴിക്കുമ്പോൾ 2 പേർക്കുള്ള ചോറ് കഴിക്കുമ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റ് ആണ് കൂടുന്നത്. അപ്പൊ ഈ ഓരോരുത്തരുടെയും വയറ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പൊ വയറിന്റെ സൈസ് കുറവാണ്. ഓക്കെ, അപ്പൊ വയറിന്റെ സൈസ് കുറവാണ്, കുട്ടിക്ക് ഇപ്പൊ അനക്കം കുറവാണ്, നമ്മൾ ഹൈഡ്രേറ്റ് അല്ല, നമുക്ക് ബോഡിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലീഡിംഗ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ അറിയുക. അല്ല നമുക്കിപ്പോ വയർ കുറച്ചേ ഉള്ളൂ, അപ്പൊ ആരെങ്കിലും പറയണോ ചെറിയ വയറാണല്ലോ കുഞ്ഞിന് വെയിറ്റ് ഒന്നും കാണില്ല എന്ന് പറയണേ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വയർ കുറവാണെങ്കിലും അതിനകത്ത് ഉള്ള യൂട്രസിന്റെ അകത്താണ് കുഞ്ഞുവാവ കിടക്കുന്നത്. സോ കുഞ്ഞുവാവയ്ക്ക് കിടക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടോ, കുഞ്ഞുവാവയ്ക്ക് കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് അവിടെ ഉണ്ടോ, ആ കുട്ടിക്ക് അതിന് ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആണോ, അതിന് കറക്റ്റ് ഗ്രോത്ത് ഉണ്ടോ, ഇത് ഇത്രയും ഡോക്ടർ നോക്കും. അല്ല ഒരിക്കലും ഒരു ഡോക്ടറുടെ വയറ് കണ്ടല്ല ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് പറയുന്നത്. കുട്ടിയുടെ ആ കുഞ്ഞിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനാണല്ലോ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ റൊട്ടീൻ ചെക്കപ്പുകൾ നടത്തുന്നത് അതിനാണല്ലോ. സോ പുറത്തുള്ളവർ പറയുന്നതായിട്ട് ചെറിയ വയറാണെന്ന് വെച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇനി ഓവർ വയറുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം ഫാമിലി പരമായിട്ട് കുറച്ച് ഫാറ്റ് ഉള്ള അല്ലെങ്കിൽ എന്ത് കുറച്ച് കഴിച്ചാലും വണ്ണിക്കുന്ന ശരീരമാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വണ്ണം വരാം, സ്വാഭാവികം. അല്ലാതെ വയർ ഓവറായിട്ട് വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സസ് ഫുഡാണ് അവിടെ ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വയറിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് വലിയ പാടായിരിക്കും. കാര്യം എക്സസ് ഫാറ്റ് കിടക്കുമ്പോൾ നമുക്കത് കുറയാൻ വലിയ പാടായിരിക്കും. കെട്ടിവെച്ചാലും അത് കുറയത്തൊന്നുമില്ല. മാക്സിമം ഒരുപാട് നാൾ എക്സസൈസ് ചെയ്യേണ്ടി വരും. അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഓടി നടക്കേണ്ടി വരും. പിന്നെ കുഞ്ഞിന് എക്സസ് ഫുഡുകൾ നമ്മൾ കഴിക്കും തോറും കുഞ്ഞിന് എക്സസ് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരിക്കലും ഒരു ഗർഭിണി മറ്റൊരു ഗർഭിണിയെ കമ്പയർ ചെയ്ത് നോക്കാതിരിക്കുക. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓവറായിട്ട് ഡിസ്ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യെല്ലോ ഡിസ്ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആണ്. സോ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ഡോക്ടറിനെ കാണുക, അതിന് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ സമയത്ത് കഴിക്കാനുള്ള വൈറ്റമിൻസ്, ടാബ്ലറ്റ്സ് അത് കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കുക. പിന്നെ എന്തെങ്കിലും യോഗ എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറിന്റെ സജഷനോടുകൂടി മാത്രം ചെയ്യുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. നമുക്ക് മാക്സിമം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളും സ്വയം ശ്രമിക്കുക. ദെൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം കൂടെയുള്ള ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു കമ്പാനിയനിലൂടെ നമ്മൾ നല്ല രീതിക്ക് നമുക്കൊരു ഫിസിക്കൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ഓക്കെ ആവും. സോ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഈ ടൈം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ലവ് യു ഓൾ. നമ്മളെങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നമ്മള് ഇറങ്ങുകയാണ് ഗൈസ്.